അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് രണ്ട് തരത്തിൽ നമുക്ക് ആർഗ്യുമെൻറ്റ്സിന് ഫംഗ്ഷനെ കോൾ ചെയ്യാം. പാരാമീറ്റേഴ്സ് വാല്യൂ ആയിട്ട് കൊടുത്തിട്ട് കോൾ ചെയ്യാം, അതല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ട് കോൾ ചെയ്യാം. അപ്പോൾ വാല്യൂ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ഒരു കോപ്പിയാണ് കൊടുക്കുന്നത്. ഒറിജിനൽ വാല്യൂ വ്യത്യാസം വരുമൊന്നുമില്ല. നമ്മൾ അതിലേക്ക് പാസ് ചെയ്ത ശേഷം എക്കോ ബിക്കോ വ്യത്യാസം വന്നെന്ന് വെച്ചാൽ അത് അതിന് അഫക്റ്റ് ചെയ്യില്ല. ഒരു കോപ്പി മാത്രമേ നമ്മൾ കൊടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ആ കോപ്പിയിൽ നിങ്ങൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ എയുടെ വാല്യൂ അല്ലെങ്കിൽ ബിയുടെ വാല്യൂ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ ചേഞ്ച് ചെയ്താലും ശരി, ഒറിജിനൽ വാല്യൂവിന് യാതൊരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല. ആ ഫംഗ്ഷനിൽ പ്രോഗ്രാമിൽ ഉപയോഗിക്കുമ്പോൾ മാത്രം അതിൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കും. അതാണ് കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇപ്പം നമ്മളുടെ ഒരു പ്രോഗ്രാം കോഡാണിത്. ഇതിൽ മോഡിഫൈ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിക്ലറേഷൻ പാർട്ടാണ് വോയിഡ്, റിട്ടേൺ ടൈപ്പ് ഇല്ല, മോഡിഫൈ ഫംഗ്ഷൻ്റെ പേര്, പാരാമീറ്റർ നം എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ അതിലേക്ക് പാസ് ചെയ്യണം. ഇനി റിട്ടേൺ ടൈപ്പ് നമ്മൾ കൊടുത്തിട്ടില്ല, പക്ഷേ വാല്യൂ പാരാമീറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നാലാമത്തെ ടൈപ്പ് ഫംഗ്ഷൻ ടൈപ്പ് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദർ വിൽ ബി നോ റിട്ടേൺ ടൈപ്പ് ബട്ട് ദർ വിൽ ബി എ പാരാമീറ്റർ. അപ്പോൾ ആ പാരാമീറ്ററിന് നമ്മൾ ഫംഗ്ഷൻ ബോഡി ആയിട്ട് കൊടുക്കുന്നു. നം ഈസ് ഈക്വൽ ടു 100 എന്ന് പറയുന്ന വാല്യൂ ആയിട്ട് ഈ നം എന്ന് പറയുന്നതിനെ മാറ്റിയിരിക്കുക. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്? ഒരു ലോക്കൽ കോപ്പിയെ നമ്മൾ നമ്മിന് വേറെ എന്തെങ്കിലുമൊക്കെ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ആ സെറ്റ് ചെയ്ത് കൊടുത്തതിൽ നിന്നും വ്യത്യാസപ്പെടുത്തിയിട്ട് നം എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 100 ആക്കിയിട്ട് മാറ്റും. മെയിൻ ഫംഗ്ഷൻ നോക്കൂ. മെയിൻ ഫംഗ്ഷനിൽ എക്സ് എന്ന് പറയുന്ന വേരിയബിളിനെ 10 ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, മോഡിഫൈ എക്സ്. അപ്പോൾ ഈ മോഡിഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യാണ്. ആ കോൾ ചെയ്യുന്നതിലേക്ക് എന്തിനെയാണ് പാസ് ചെയ്യുന്നത്? എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെയാണ് പാസ് ചെയ്യുന്നത്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റീജറാണ്. അപ്പോൾ മോഡിഫൈ എക്സ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മോഡിഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ഈ 10 എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്തു. അപ്പോൾ ഈ 10ന് എന്താക്കണം? 10ന് എന്താണോ മോഡിഫൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ എന്താണോ അതാക്കി മാറ്റണം എന്നാണ് പറയുന്നത്. പിന്നെ ഈ കോൾ ബൈ റെഫറൻസ് നോക്കും. അപ്പോൾ ഇതിന് എക്സ് എന്ന് പറയുന്ന വാല്യൂ ഇവിടെ ഇങ്ങോട്ട് പോകും. അപ്പോൾ നം ഈസ് ഈക്വൽ ടു 100 എന്നായി മാറും. പക്ഷെ അത് എവിടെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അവിടെ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഇവിടെ റിട്ടേൺ ടൈപ്പ് കൊടുത്തിട്ടില്ല. അപ്പോൾ പ്രിന്റ് എഫ് വാല്യൂ ഓഫ് എക്സ്, നമ്മൾ എക്സിൻ്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ പറയും. നമ്മിൻ്റെ വാല്യൂ അല്ല പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ, എക്സിൻ്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന മോഡിഫൈ എക്സ് എന്ന് പറയുന്ന ഇത് കോൾ ചെയ്താൽ എക്സിൻ്റെ വാല്യൂ 10 എന്നുള്ളത് മാറിയിട്ട് 100 ആയിട്ട് മാറുമെങ്കിലും നിങ്ങൾ നമ്മിനല്ല പ്രിന്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്തിനാണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എക്സിനെയാണ് പ്രിന്റ് ചെയ്യാൻ. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ? നമ്മൾ കോപ്പിയാണ് പാസ് ചെയ്യുന്നത്. കോപ്പി പാസ് ചെയ്യുന്നത് കൊണ്ട് ഒരിക്കലും എക്സിൻ്റെ വാല്യൂ മാറില്ല. എക്സ് നമ്മൾ എവിടെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു എന്ന് വെച്ചാലും ആ എക്സിൻ്റെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 10 തന്നെയായിരിക്കും. അപ്പോൾ അൺചേഞ്ച്ഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ കോപ്പിയാണ് ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനകത്ത് പോയി ആ ഫംഗ്ഷനെ എന്ത് തരത്തിൽ മോഡിഫൈ ചെയ്തു എന്ന് വെച്ചാലും ഈ കോപ്പിക്ക് മാത്രമേ വ്യത്യാസം വരൂ. യഥാർത്ഥത്തിൽ എക്സിൻ്റെ വാല്യൂവിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും വരില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോൾ ബൈ എന്താ പറയുക, വാല്യൂ എന്ന് വിളിക്കുന്നത്. വാല്യൂ വെച്ച് കോൾ ചെയ്യുക. രണ്ടാമത്തെന്ന് പറയുന്നത് കോൾ ബൈ റെഫറൻസ്. കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ചേഞ്ച് ആയി പോകും. ഒറിജിനൽ വാല്യൂ ചേഞ്ച് ചെയ്യും. എന്ത് ചെയ്തു എന്ന് വെച്ചാൽ കോൾ ബൈ റെഫറൻസ് ആണ്. അപ്പോൾ റെഫറൻസ് വെച്ചിട്ട് എങ്ങനെയാണ് കോൾ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഡൺ ബൈ പാസിങ് പോയിന്റർ. പോയിന്റർ വെച്ചിട്ടാണ് നമ്മൾ ആ അഡ്രസ്സിലേക്ക് പോവുക. അപ്പോൾ അങ്ങനെ പോയിന്ന് വെച്ചാൽ നേരെ അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ എന്താണോ ആ മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ 100 ആക്കാൻ പറഞ്ഞെന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂവിനെ അവിടെ പോയിട്ട് എന്താക്കും? 100 ആക്കും. അതേസമയം നേരത്തെ വാല്യൂ എന്ന് പറഞ്ഞ അവിടെ എക്സിൻ്റെ വാല്യൂ ആ പ്രോഗ്രാമിനകത്ത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മാത്രം 100 ആവും. അതൊരു കോപ്പി മാത്രം. പക്ഷെ അതിൻ്റെ ആക്ച്വൽ വാല്യൂ മെമ്മറിയിൽ പോയിട്ട് ചേഞ്ച് ചെയ്യില്ല. ഇവിടെ ആണെങ്കിൽ മെമ്മറിയിൽ പോയിട്ട് ആക്ച്വൽ വാല്യൂ ചേഞ്ച് ചെയ്യും. അപ്പോൾ വോയിഡ് മോഡിഫൈ ഇൻറ്റ് സ്റ്റാർ നം, പോയിന്റർ നം എന്ന് കൊടുത്ത് അതിൻ്റെ വാല്യൂ 100 ആക്കി മാറ്റി. അപ്പോൾ ഇവിടെ ആക്ച്വൽ വാല്യൂ എന്തായിട്ട് മാറും? 100 ആയിട്ട് മാറും. കാരണം എന്താണ്? ഇത് എവിടേക്കാണ് പോകുന്നത്? അതിന് റെഫറൻസാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മെമ്മറി ലൊക്കേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആംപർസെൻ്റ് ഇട്ടിട്ട് ചെയ്യില്ലേ, ആ വാല്യൂവിലേക്കാണ് പോവുക.
അപ്പോൾ ഇവിടെ ഇതേ സാധനം തന്നെ ഇതേ പ്രോഗ്രാം നേരത്തെ തന്ന അതേ പ്രോഗ്രാം തന്നെ ഇവിടെ വർക്കൗട്ട് ചെയ്തു എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ എത്രയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 10. പക്ഷെ നമ്മളിവിടെ അഡ്രസ് ഓഫ് എക്സ് ആണ് നമ്മൾ പാസ് ചെയ്തിരിക്കുന്നത്. കണ്ടു, റെഫറൻസ് ആണ് പാസ് ചെയ്തിരിക്കുന്നത്. മറ്റെവിടെ എന്തായിരുന്നു പാസ് ചെയ്തത്? വെറും എക്സ് ആണ് പാസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ വാല്യൂ മാത്രമേ പാസ് ചെയ്തു. അപ്പോൾ ഇത് നേരെ ഈ പറയുന്ന ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ പറയുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 100. ഇതിലേക്ക് പാസ് ചെയ്ത് വന്നിട്ടുള്ളത് എന്താ? എക്സിന് സ്റ്റോർ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടേക്ക് എത്തിയിരിക്കുന്ന വാല്യൂ എന്താ? 10. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ എന്ത് പറഞ്ഞു? ആ 10നെ മാറ്റി 100 ആക്കാൻ പറഞ്ഞു. എവിടെ മാറ്റണം? ആ മെമ്മറി ലൊക്കേഷനിൽ മാറ്റണം. എന്നിട്ട് നമ്മൾ വാല്യൂ ഓഫ് എക്സ് പ്രിന്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ഔട്ട്പുട്ട് എത്ര കിട്ടി? 100 എന്ന്. കാരണം ആ അഡ്രസ്സിൽ പോയി ചേഞ്ച് ആയതുകൊണ്ട് ഈ എക്സിൻ്റെ വാല്യൂ 10 എന്നുള്ളത് മാറി 100 ആയി. ഇതാണ് കോൾ ബൈ വാല്യൂവും കോൾ ബൈ റെഫറൻസും. കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ആ ഒരു കോപ്പി മാത്രമേ നമ്മൾ കൊടുക്കൂ. ആ ആക്ച്വൽ ഡാറ്റ നമ്മൾ പാസ് ചെയ്യില്ല. കോപ്പി മാത്രം, അതിൻ്റെ വാല്യൂ എന്തായിരുന്നോ അതിൻ്റെ ഒരു കോപ്പി മാത്രം കൊടുക്കും. ആ കോപ്പിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ ആ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്താം. പക്ഷേ ഒറിജിനൽ വാല്യൂ അവിടെ ആ വേരിയബിളിന് ആ വാല്യൂ തന്നെ എപ്പോഴും കിടക്കും. അതേസമയം നമ്മളൊരു പോയിന്റർ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അഡ്രസ് ഓഫ് വാല്യൂ ആംപർസൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ കോൾ ബൈ റെഫറൻസ് വഴിയാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നേരിട്ട് പാസ് ചെയ്യുന്നത് എന്തിനാണ്? കോപ്പീനല്ല, വാല്യൂവിനല്ല പാസ് ചെയ്യുന്നത്. നമ്മൾ എന്തിനെ പാസ് ചെയ്തു? അതിൻ്റെ അഡ്രസ്സിനെ പാസ് ചെയ്തു. അപ്പോൾ നേരെ ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് ആ ഡാറ്റ ചേഞ്ച് ചെയ്യുന്നത് എവിടെ പോയിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്? മെമ്മറി ലൊക്കേഷനിൽ പോയി ചേഞ്ച് ചെയ്യും. ആ മെമ്മറിയിൽ 10 എന്നായിരുന്നു സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 10നെ മാറ്റിയിട്ട് എന്താക്കും? ഈ ഫംഗ്ഷൻ അതിനെ 100 ആക്കി മാറ്റും. അപ്പോൾ പിന്നീട് എപ്പോൾ നമ്മൾ എവിടെ എക്സ് എന്ന് പറയുന്ന വാല്യൂ ഉപയോഗിക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ മോഡിഫൈ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് വന്ന വാല്യൂ, അതായത് 100 എന്നുള്ള വാല്യൂ ആണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നമ്മൾ പ്രിന്റ് ചെയ്യിച്ചപ്പോൾ എന്തായിട്ട് മാറി? 100 ആയിട്ട് മാറി. നോക്കൂ, ഇതൊക്കെയാണ് തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഡിഫറൻസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് നോക്കൂ, കോൾ ബൈ റെഫറൻസും കോൾ ബൈ വാല്യൂവും തമ്മിലുള്ള 4 കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത്. ഒന്ന്, പാസിംഗ് മെത്തേഡ്. എന്താണ് പാസ് ചെയ്യുന്നത്? ഇവിടെ കോപ്പി പാസ് ചെയ്യുന്നു, ഇവിടെ എന്ത് പാസ് ചെയ്യുന്നു? അഡ്രസ്സ് പാസ് ചെയ്യുന്നു. ഒറിജിനൽ വാല്യൂവിന് ചേഞ്ച് വരുന്നില്ല, നോട്ട് മോഡിഫൈഡ്. ഇവിടെ മോഡിഫൈ ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നില്ല. എന്താ പറയുക, വാല്യൂ ആണെങ്കിൽ ആ വാല്യൂ നമുക്ക് ഒറിജിനൽ വാല്യൂവിന് ഒരു തരത്തിലുള്ള വ്യത്യാസവും വരില്ല, കോപ്പി മാത്രമേ മാറൂ. ഇവിടെ നമ്മൾ അഡ്രസ്സാണ് പാസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഒറിജിനൽ വാല്യൂ മോഡിഫൈഡ്. മെമ്മറി യൂസ്ഡ് മോർ. ഓരോ കോപ്പികളും നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് ഓരോ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിയായിട്ട് ഉപയോഗിക്കും. ഇവിടെ ലെസ്, ഒറ്റ സ്ഥലത്ത് തന്നെയാണ് മാറി വരുന്നത്. അപ്പോൾ മെമ്മറി കോൾ ബൈ വാല്യൂവിന് ഓരോ പ്രാവശ്യം കോൾ ചെയ്യുമ്പോഴും നമ്മൾ ഓരോ മെമ്മറി ലൊക്കേഷൻസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെയാണെങ്കിൽ ഒറ്റ മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ, അത് തന്നെയാണ് എല്ലാ തവണയും യൂസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പെർഫോമൻസ് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുക, ഇവിടെയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ടാണ്. ഡയറക്റ്റ് ആക്സസ് ആണ് ഫാസ്റ്റ് ആയിട്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത്? പാസിംഗ് മെത്തേഡിൽ വ്യത്യാസമുണ്ട്, കോപ്പി പാസ് ചെയ്യുന്നു, അഡ്രസ്സ് പാസ് ചെയ്യുന്നു. ഒറിജിനൽ വാല്യൂവിൽ വ്യത്യാസമുണ്ട്, ഒന്നൊരു കോൾ ബൈ വാല്യൂവിൽ മോഡിഫൈ ആവില്ല, കോൾ ബൈ റെഫറൻസിൽ മോഡിഫൈ ആവും. മെമ്മറി യൂസ്ഡിൽ വ്യത്യാസമുണ്ട്, മെമ്മറി കൂടുതൽ ഉപയോഗിക്കേണ്ടി വരും കോൾ ബൈ വാല്യൂ ആണെങ്കിൽ, കുറച്ച് മെമ്മറി മാത്രമേ കോൾ ബൈ റെഫറൻസിൽ ഉപയോഗിക്കേണ്ടുള്ളൂ. പെർഫോമൻസിൽ വ്യത്യാസമുണ്ട്, സ്ലോ പെർഫോമൻസ് ആണ് കോൾ ബൈ വാല്യൂവിന്, ഫാസ്റ്റർ പെർഫോമൻസ് ആണ് എന്തിന്? കോൾ ബൈ റെഫറൻസ്. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിച്ചു വയ്ക്കണം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളുടെ തന്നെ ഒരു ചുരുക്കരൂപം എഴുതി വെച്ചിരിക്കാം. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നെസ്റ്റഡ് ഫങ്ഷൻസ് ഇൻ സി. സിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ്, നമ്മൾ നെസ്റ്റഡ് ലൂപ്പ്, നമ്മൾ ഇഫ് ലൂപ്പ് ഒക്കെ പറഞ്ഞല്ലോ എന്ന പോലെ തന്നെ ഫങ്ഷൻസും നെസ്റ്റഡ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ വാട്ട് ഈസ് നെസ്റ്റഡ് ഫങ്ഷൻസ്? പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ മറ്റൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? നെസ്റ്റഡ് ഫംഗ്ഷൻ. കോളിംഗ് വൺ ഫംഗ്ഷൻ ഇൻസൈഡ് അനദർ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ അകത്ത് നമ്മൾ മറ്റൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ടു ഇംപ്രൂവ് മോഡുലാരിറ്റി ആൻഡ് റീയൂസബിലിറ്റി. മോഡുലാരിറ്റിയും റീയൂസബിലിറ്റിയും കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? നെസ്റ്റഡ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ എന്താ പറയുക, സിൻടാക്സ് എങ്ങനെയാണ്, ഒരു നെസ്റ്റഡ് ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് അതിൻ്റെ സിൻടാക്സ് എന്നുള്ളതാണ് ഇനി പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ വഴി തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കൂ, ഇത് നമ്മുടെ എന്താ പറയുക, ഒരു ലൈബ്രറി ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇനി ഒരു
സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. റിട്ടേൺ ടൈപ്പ് ഇൻറ്റിജർ ആണ്, പേര് ഫംഗ്ഷൻ്റെ പേര് സ്ക്വയർ, അതിലേക്ക് പാസ് ചെയ്യേണ്ട ഡാറ്റ ഇൻറ്റിജർ വാല്യൂ ആണ് പാസ് ചെയ്യേണ്ടത്. ഒരു ഡാറ്റയാണ് പാസ് ചെയ്യേണ്ടത്, ഒരു പാരാമീറ്റർ. ആ പാരാമീറ്റർ ഇൻറ്റിജർ ടൈപ്പിലാണ്. ഇത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ, അതിൻ്റെ ചോട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ ഡെഫിനിഷൻ. സ്ക്വയർ ആണ് കാണേണ്ടത്. അപ്പോൾ എന്താണോ പാസ് ചെയ്തിരിക്കുന്നത് ആ പാസ് ചെയ്തിരിക്കുന്നതിന് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേറൊരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഒറ്റ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ പറയുന്ന ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്നിനെ 3 തവണ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് നോക്കൂ, റിട്ടേൺ n ഇൻറ്റു സ്ക്വയർ ഓഫ് n. കണ്ട സ്ക്വയറിന്, അപ്പോൾ സ്ക്വയർ എന്ന് പറയുന്ന രണ്ടെണ്ണത്തിന് എന്താ പറയുക മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഫംഗ്ഷന് നിങ്ങൾ ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുക. മനസ്സിലായോ? അപ്പോൾ ഈ സ്ക്വയർ ഓഫ് n എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ നേരെ ഫംഗ്ഷൻ കോൾ ചെയ്യും, ഈ സ്ക്വയർ എന്നുള്ളതിനെ കോൾ ചെയ്തതാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോയി അതെന്ത് ചെയ്യും, എന്നിനെ 2 തവണ മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്, n ഇൻറ്റു n. ഇപ്പം 3 നമ്മൾ പാസ് ചെയ്തതെന്ന് കരുതുക. ക്യൂബ് ഇൻറ്റ് 3 എന്ന് പാസ് ചെയ്തതെന്ന് വെച്ചാൽ ഇവിടെ എന്ത് വരും, 3 ഇൻറ്റു സ്ക്വയർ ഓഫ് 3. സ്ക്വയർ ഓഫ് 3 എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. സ്ക്വയർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ എന്താ, 3 ഇൻറ്റു 3. ഇവിടെ 3 ഇൻറ്റു 3 എക്സിക്യൂട്ട് ചെയ്യും. 3 ഇൻറ്റു 3 9. ആ 9 എന്നുള്ള വാല്യൂ ഇൻറ്റിജർ വാല്യൂയിലേക്ക് റിട്ടേൺ ആവും. ആ ഇൻറ്റിജർ വാല്യൂ നേരെ എങ്ങോട്ട് വരും, ഇതിൻ്റെ റിസൾട്ടായിട്ട് വരും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, 9 എന്ന് കിട്ടും. 9 ഇൻറ്റു 3 27 അല്ലേ. അപ്പോൾ 27 എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്തു, ഇവിടെ രണ്ടാമതൊരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ഈ ഒന്നാമത് എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷനെ കോൾ ചെയ്തു. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നെസ്റ്റഡ് ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനൊക്കെ അകത്ത് മറ്റൊരു ഫംഗ്ഷൻ. ഇനി ഇതിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ക്യൂബ് ഓഫ് നം എന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഇത് നേരെ രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്ന ഫംഗ്ഷനിലേക്ക് പോകും. ആ രണ്ടാമത്തെ ഫംഗ്ഷൻ ആരെ ഉപയോഗപ്പെടുത്തും, ഒന്നാമത്തെ ഫംഗ്ഷനെ ഉപയോഗിച്ച് ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്യാം. ക്യൂബ് ഓഫ് 3 തന്നെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ക്യൂബ് ഓഫ് 3 എന്തായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് തരും, 27 ആയിട്ട് റിസൾട്ട്. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ. അപ്പോൾ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ എന്താ, ഒരു ഫംഗ്ഷനകത്ത് തന്നെ മറ്റൊരു ഫംഗ്ഷൻ. എക്സാമ്പിൾ എന്താ പറഞ്ഞത്, സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്യൂബ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടാമത്തെ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനെ ആ ഫംഗ്ഷനകത്ത് കോൾ ചെയ്യും. അപ്പോൾ ഇതാണ് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് ഇത്രയും കാര്യം മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെ നോട്ട് എഴുതുക, പഠിക്കുക. ഓക്കെ.